ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്ക് വിത്ത് മീ സുഭദ്ര. ഞാനിന്ന് വളരെ ഡിലീഷ്യസ് ആയ ഒരു പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് പുഡിങ് ഉണ്ടാക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇത് 4 സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ്. ഒരു 200 ml ഉണ്ട്. അത് ഞാൻ ആദ്യം ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. അടിയിലത്തെ ലെയറിൽ അത് ഒഴിച്ചു ഐസ്ക്രീം. ഇത് സ്പഞ്ച് കേക്കാണ്. ഇത് ഞാനിങ്ങനെ പീസസ് ആക്കി വെച്ചിരിക്കുകയാണ്. സാധാരണ ഈ പുഡിങ്ങിന് ലേഡീസ് ഫിംഗർ ബിസ്ക്കറ്റാണ് ഉപയോഗിക്കുന്നത്. അതില്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ സ്പഞ്ച് കേക്ക് എടുത്തത്. ഇനി നമുക്കിത് ഇങ്ങനെ നിരത്തി വെക്കാം ഐസ്ക്രീമിൻ്റെ പുറത്ത്. ഇതൊരു 50 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ചെറുതായിട്ട് കണ്ടിച്ചെടുത്തതാണ്. ഞാനിത് ബദാമുണ്ട്, കാഷ്നട്ടുണ്ട്, കിസ്മസ് ഉണ്ട്. നിങ്ങൾക്ക് പിസ്തായോ അക്രോട്ടോ എന്ത് വേണം, ഏത് ടൈപ്പുള്ള ഡ്രൈ ഫ്രൂട്ട്സും ഇടാം. ഇത് 50 ഗ്രാമേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിലും ഇടാം. ഞാനിത് ഇവിടെ ഇങ്ങനെ ഇടുകയാണ്. ഇനി നമുക്ക് ഇത് കണ്ടൻസ് മിൽക്കാണ്. ഇത് നമുക്ക് ഒഴിക്കാം. കേക്കിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഈവൻലി ഒഴിച്ചു കൊടുക്കുന്നതാണ് ബെസ്റ്റ്. ഇത് 150 ml ഫ്രഷ് ക്രീമാണ്. നമുക്കതും ഇതിൻ്റെ കൂടെ ഒഴിക്കാം. ഇത് 1 സ്പൂൺ കൊക്കോ പൗഡറുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ടിടാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു സ്പൂൺ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി. ഇത് ബ്രൂ ആണ്. നെസ്കഫേ ആയാലും ഒന്നുമില്ല, എന്തെങ്കിലും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം. ഇപ്പം എല്ലാം ഇട്ട് കഴിഞ്ഞ് ഇനിയിപ്പം നമുക്ക് ഈ വിപ്പ് ക്രീം ഉണ്ടല്ലോ, അതിൻ്റെ ക്രീം ഉണ്ടാക്കിക്കൊണ്ട് വരാം. അതുവരെ ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് ശാല സെറ്റാകാൻ വെക്കാം. നമുക്കിനിയും ആ പുഡിങ്ങിന് പുറത്ത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. അതിനുവേണ്ടി ആദ്യം ഒരു 200 ml മിൽക്കുണ്ട്. വളരെ തണുത്ത മിൽക്കാണ്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. അത് വേണം. പിന്നെ ഇത് 100 ഗ്രാംസ് 100 ഗ്രാം വിപ്ഡ് ക്രീം പൗഡറാണ്. അതും വേണം. ആദ്യം ഞാൻ ഈ 200 ml പാൽ ഞാൻ ഈ പാത്രത്തിലോട്ട് ഒഴിക്കുകയാണ്. എന്നിട്ട് ക്രീം പൗഡർ ഉണ്ടല്ലോ, നമുക്ക് അതിനകത്തോട്ടിടാം. ഫ്രഷ് ക്രീമും കിട്ടാറുണ്ട്, പക്ഷെ ഞാനിപ്പം പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇങ്ങനെ ഈ വിസ്ക് ഉണ്ടല്ലോ, ഇലക്ട്രിക്കലും വരും, അല്ലെങ്കിൽ നമുക്ക് ഈ കൈ കൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് ക്രീമാക്കി എടുക്കാം.
നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുഡിങ്ങിൻ്റെ പുറത്തോട്ട് ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു ഐസിങ് ബാഗ് എടുത്തിട്ടുണ്ട്. ഇനിയും ക്രീം കുറച്ചെടുത്ത് നമുക്ക് ഈ പുഡിങ്ങിൻ്റെ പുറത്ത് സ്പ്രെഡ് ചെയ്യാം. ഇനിയും ഐസിങ് ബാഗ് ഉപയോഗിച്ച് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. ഇനിയും റെഡ് ചെറീസ് വെച്ച് നമുക്ക് ഒന്നോടെ ഇത് ഭംഗിയാക്കാം. പുഡിംഗ് ഇപ്പോൾ റെഡിയായി. ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലോട്ട് 1 മണിക്കൂർ നേരത്തേക്ക് വെക്കാം. നമ്മുടെ പുഡിംഗ് ഫുള്ളി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് സെർവ് ചെയ്യാം.